എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിന്റെ അച്ഛനാ പറയുന്നത്. ഞങ്ങൾ മുഴുവൻ പേരെ ഇരുത്തിയതിനു ശേഷം അവിടെ ഒരു 10-20 പേരാണുള്ളത്. അവരെ മാറ്റാൻ അങ്ങോട്ട് പോകുന്നതിന് പകരം പോലീസ് വല്ലാത്ത VD സതീശൻ ഭക്തിയില് ഞങ്ങളുടെ പിള്ളേരെ നേരെ വരികയാണ്. എന്താ പോലീസ് കരുതിയേ? ഇവിടെ ഈ സംഘർഷം മുഴുവൻ ക്ഷണിച്ചു വരുത്തിയത് KS മാത്രമല്ല, പോലീസ് കൂടിയാണ്. അങ്ങനെ ഈ നഗരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം നടത്തിയാൽ, SFIക്ക് നേരെ അക്രമം നടത്തിയാൽ പോലീസിനെയും KSUനെയും കണ്ടി പിള്ളേർ പോവാന്നാണ് കരുതിയേ? വന്നതിൽ ഒരാൾ പോയിട്ടില്ല. പഠിക്കേണ്ട പ്രായത്തിൽ രക്തസാക്ഷിയാകാൻ പിള്ളേരെ ഉത്സാഹിപ്പിക്കുന്ന കാഴ്ച. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? രക്തസാക്ഷികളെ കൂട്ടിയിട്ട് വേണമല്ലോ അടുത്ത രക്തസാക്ഷി ഫണ്ട് പിരിക്കാൻ. ഭരണം പോയിരിക്കുകയാണല്ലോ, ചെലവിന് കുറവുമില്ല. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ഒരു രാജ്യസഭാ മെമ്പറും. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. എന്താ നിലവാരം! പോലീസ് ഏകപക്ഷമായി ലാത്തി ചാർജ് നടത്തിയില്ലേ? അങ്ങനെ ലാത്തി ചാർജ് ഏറ്റാല് അങ്ങനെ പിരിഞ്ഞു പോകുന്നവരാണ് SFIക്കാരെന്ന് കരുതിയോ? ഇരിക്കുന്നുണ്ടാവും എല്ലാവരെയും. നിങ്ങളുടെ മക്കളെയൊക്കെ ഇങ്ങനെ അടികൊള്ളാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടോ നിർത്തുവോ സാർ? അത് പിന്നെ ഇല്ല, അവരൊക്കെ കുറെ നാള് കഴിയുമ്പോ എവിടുന്നാന്നറിയത്തില്ല വലിയൊരു നേതാവായിട്ട് പെട്ടെന്ന് അങ്ങ് വന്ന് പ്രത്യക്ഷപ്പെടും. അടികൊണ്ട് തോലിരിഞ്ഞോന്മാരാരായി? അതായി. വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. കണ്ടാലും തോന്നും. ഗ്രനേഡ്, ഈ പറയുന്ന ടിയർ ഗ്യാസ്, അതെന്തിനാ ഇങ്ങോട്ട് മാത്രമേ അവരെ റിമൂവ് ചെയ്താൽ പറയും. ഇനി ഞങ്ങളവിടെ ഇരുത്തി, ഞാൻ വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ചേർന്ന് അവിടെ വിദ്യാർത്ഥികളെ അവിടെ ഇരുത്തിയ SFIക്കാരെ ഇരുത്തിയിട്ട് സഞ്ജീവും ശിവപ്രസാദും പ്രസംഗിച്ചു തുടങ്ങി. അതാ നോക്കൂ, ചിരിക്കരുതേ. കോൺഗ്രസിന്റെ ഒത്താശയുടെ തുടർച്ചയിൽ നിങ്ങൾ 5 റൗണ്ട് ഗ്രനേഡാണ് ഞങ്ങൾക്കെതിരെ പ്രയോഗിച്ചത്. പെൺകുട്ടികൾ, എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടായ ഘട്ടത്തിലേക്ക് 5 ഗ്രനേഡ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? ഇവിടെ ജലപീരങ്കിയുടെ ഹിറ്റ് റണ്ണിന്റെ ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കണം. 25 മീറ്ററിന്റെ ഇപ്പുറത്ത് വെച്ച മുഴുവൻ ഫുൾ ഫ്ലഡ്ജ് ഫോഴ്സിൽ വിദ്യാർത്ഥികളുടെ നടുകത്തേക്കും പുറത്തേക്കും മുഖത്തേക്കും അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങൾക്കെന്താ ചെവിയില്ലേ? ഞങ്ങൾക്കെന്താ ജീവിക്കണ്ടേ? ഈ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മരിച്ചു പോകണം. അവറ്റകളുടെ കരച്ചിലേ കാണാൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, തിരികെ പോരാടാനാണ് SFI ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നീറ്റിനെതിരെ സമരമാണ് നടത്തിയത്. അപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളെ തല്ലണം. അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടി CBSE ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതിനും തല്ലണോ? തല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? ഈ കേരളത്തിൽ ഞങ്ങൾ സമരം ചെയ്തുകൂടെ? കഴിഞ്ഞ 10 വർഷക്കാലം സമര പരിപാടികൾ ഉണ്ടായിരുന്നില്ല. ഈ സമരം അരാജക സമരമാണോ? ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ? എന്തായാലും അടുത്ത 5 വർഷം നമ്മുടെ നാടിനെ നല്ല ഉഷാറാക്കുവര്, അതുറപ്പാ. എന്നും അടി, കുത്ത്, വെടി, വെല്ലുവിളി, സമരം, ഹർത്താൽ, കല്ലേറ്, അങ്ങനെ 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 എന്തെല്ലാം കാണാനിരിക്കുന്നു. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിക്കും കറാളെ കുറിച്ച് പൊളിച്ചോളയും. ഞാൻ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? നിങ്ങൾ പഠിച്ച സർവകലാശാല ഞങ്ങൾ RSSന് എഴുതി കൊടുക്കണോ? മനസ്സില്ല മാധ്യമങ്ങളെ, മനസ്സില്ല വലതുപക്ഷമേ, ഒരു മനസ്സും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും. അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയും. ഞങ്ങളെ അടിച്ചൊതുക്കാനാണ് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ആഭ്യന്തരമന്ത്രി 2 മണിക്കൂർ മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഏകപക്ഷീയമായ അക്രമം ഇന്നലെ പാളയത്ത് നടന്നിട്ടില്ല എന്നാണ്. ഏകപക്ഷീയമായ അക്രമം അല്ലെങ്കിൽ ഇതെന്താണ്? ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ കയ്യിലല്ല ആഭ്യന്തരമെന്നും രമേശ് ചെന്നിത്തലയുടെ 1-ാം നമ്പർ സുഹൃത്തായിട്ടുള്ള VD സതീശൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യിച്ചത് എന്ന് പുറകിലിരിക്കുന്ന ഏമാന്റെ അടിയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. ഇവിടെ ഇരിക്കുന്ന കമ്മീഷണറും DYSPയും എല്ലാവരും അറിയാൻ
ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ നോക്കി വെച്ചോളൂ, ഞങ്ങളെല്ലാവരെയും നിങ്ങൾ കണ്ടോളൂ. എന്തിനാ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന CBSE സ്കൂളിൽ, ICSE സ്കൂളിൽ, സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുമെങ്കിൽ അവിടെ ഓടിയെത്തുന്ന മുഖങ്ങളാണ് നിങ്ങൾ കൈ തല്ലി ഓടിച്ച ആളുകൾ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. കഴിഞ്ഞ 10 വർഷക്കാലം ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ സർവകലാശാലകളിൽ SFIയുടെ നേതൃത്വത്തിൽ കണ്ടു. അതിനപ്പുറത്തേക്ക് സമര പരിപാടികൾ ഉണ്ടായിരുന്നില്ല. അടിച്ചൊതുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രതിരോധിക്കാനാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുമേറെ ഞങ്ങൾ പൊരുതി നിന്ന് മറികടന്ന് വന്നവരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. നിന്നെയൊക്കെ ഇടികൊള്ളാൻ തെരുവിലേക്ക് ഇറക്കി വിടുന്നവന്മാരുടെ മക്കളെ ഇപ്പൊ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കണം. അവര് സ്വദേശത്തും വിദേശത്തും ഒക്കെ ആയിട്ട് സുഖസുന്ദരമായിട്ട് പഠിക്കുകയാണ് ഭാവിക്ക് വേണ്ടി. അവരുടെയൊക്കെ ജീവിതം സേഫ് ആക്കുകയാണ് അവര്. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? നീയൊക്കെ ഈ തല്ലും കൂടി പോലീസ് കേസുമായിട്ട് ഒരു വിദേശ രാജ്യത്ത് പോകാൻ പോലുള്ള അവസരം ഇല്ലാതെ പഠിത്തവും നശിച്ച് തേരാപ്പാര വെറുതെ ഇങ്ങനെ അലയുക മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ മിച്ചം. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. 1 ഇഞ്ച് പുറകോട്ടല്ല 2 ഇഞ്ച് മുന്നോട്ടാണ് ഞങ്ങളുടെ പ്രയാണം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരം കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിമാനപൂർവം ഇന്നലെ കേരള സർവകലാശാലയിൽ നാം നേടിയ വിജയത്തിന്റെ പിന്തുടർച്ചയായി SFIയുടെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തെ തല്ലി ഒതുക്കാനാണ് KSUക്കാരൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഗവൺമെന്റും തീരുമാനിച്ചത്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി. ആ ഉത്തരവിട്ട ഗവൺമെന്റ് കേൾക്കാൻ, അതിന് ഉപദേശം കൊടുത്ത KSU കേൾക്കാൻ, അതിന് നേതൃത്വം കൊടുത്ത പോലീസുകാരൻ കേൾക്കാൻ ഞങ്ങൾ പറയുന്നു. നിങ്ങൾ സർവകലാശാലയിലിട്ട് SFIക്കാരനെ അടിക്കുമ്പോ അവൻ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമെന്നാണ് നീ വിചാരിച്ചതെങ്കിൽ ഗവൺമെന്റ്, UDF, KSUക്കാരാ, പോലീസുകാരാ എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. സർവകലാശാലയിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ച വിദ്യാർത്ഥികളിതാ അടിക്കാൻ ഉത്തരവിട്ടവന്റെ മൂക്കിന് താഴെ ഇന്ന് സംഘടിച്ചു വന്ന് നിൽക്കുകയാണ്. ഗ്രൂപ്പ് തിരിഞ്ഞ് പൈസ ഒഴുക്കി വിദ്യാർത്ഥികളെ തെറ്റായ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുത്തി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിമാരെ വിലക്കെടുത്ത് 2 സീറ്റ് ജയിച്ചതിന്റെ തിണ്ണമെടുക്ക SFIക്കെതിരെ ഒരു KSUക്കാരനും കാണിക്കാൻ വരേണ്ടതില്ല. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടുത്തെ DYSP ഉണ്ട്, ഇവിടെ നന്നായി വേഷം കെട്ടി മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ പരിസരത്ത് എവിടെയോ അദ്ദേഹം ഉണ്ട്, ഞങ്ങളുടെ പ്രസംഗമെല്ലാം കേട്ടാ ഇവിടെ നിൽപ്പുണ്ടല്ല സുന്ദര കുട്ടപ്പനായി. നേരത്തെ കമ്മീഷണറോട് എന്തൊക്കെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, എങ്ങനെ ഈ സമരം ഇനി കുഴപ്പമുണ്ടാക്കാമെന്ന് കമ്മീഷണറോട് ഗൂഢാലോചന നടത്തുകയാണ്. ലാത്തി വീശിയപ്പോ തന്നെ ഒരു മീനിന്റെ മണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. ആ ലാത്തിയിലെ മീനിന്റെ മണം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്നലെ SFI സമരത്തിന് വരുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുക്കളയിൽ പോയി നല്ല പച്ച മീൻ വാങ്ങിക്കൊണ്ടുപോയി വെട്ടിക്കൊടുത്ത് കാലെ പിടിച്ച് അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. സാറേ, ഞാൻ പറയുന്നിടത്ത് ഒരു പോസ്റ്റിംഗ് തരണമേ. സാറേ, ഞാൻ പറയുന്നിടത്ത് എനിക്കൊരു ട്രാൻസ്ഫർ തരണമേ. സാറേ, എന്നെ ഒരു DGP എങ്കിലും ആക്കിയിട്ട് എന്റെ കണ്ണടക്കാൻ എനിക്ക് അവസരം തരണമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുക്കളയിൽ തീർത്താൽ മതി. SFIക്കാരനെ നെഞ്ചത്ത് തീർക്കാൻ ആ പൊന്നുമോനേമാൻ ഇറങ്ങേണ്ടതില്ല. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചല്ലോ. പോലീസിനോട് ഈ കേരളത്തിനകത്ത് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു SFIക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ പരസ്യമായി ഇവിടുത്തെ പോലീസുകാരോട് ചോദിക്കുകയാണ്. ഇപ്പോഴോ KSUക്കാർ ആജ്ഞാനുവർത്തികളായി ഇവിടുത്തെ പോലീസിനെ മാറ്റാൻ ചില ഏമാന്മാർ പരിശ്രമിക്കുകയാണ്. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. ഞങ്ങളെ തല്ലുമ്പോ ഏതെങ്കിലും മനസ്സുകൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിരിക്കുന്നുവെങ്കിൽ നാളെ ഈ അധമവർഗം കയറി മേയാൻ പോകുന്നത് മാധ്യമ സുഹൃത്തുക്കളെ ഒരുപക്ഷെ നിങ്ങളുടെ നെഞ്ചിലേക്കായിരിക്കാം. സാധാരണപ്പെട്ട മനുഷ്യരെ ഒരുപക്ഷെ നിങ്ങളുടെ നെഞ്ചിലേക്കായിരിക്കാം.
കേരളത്തിലെ മാധ്യമങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അനുവാദം വാങ്ങാൻ ഇവിടുത്തെ ലോക് ഭവനിലേക്ക് കയറി ചെന്ന VD സതീശന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത ഒരു മുതല് ലോക് ഭവന് തിരിപ്പുണ്ട്. ആ മുത്തം കൊടുത്ത മുതലിന്റെ ചരിത്രം പരിശോധിക്കാൻ പോയാൽ നല്ല 1ാം നമ്പർ കറകളഞ്ഞ RSSകാരനാണ് ആ മുതല് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. VD സതീശനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് RSSന്റെ പൊന്നോമന പുത്രൻ ഹരിയസ് കർത്ത പറഞ്ഞത്, ഞങ്ങളുടെ സംഘപരിവാർവൽക്കരണം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കാതെ ഞങ്ങൾക്കെതിരെ നിരന്തരം സമരം ചെയ്യുന്ന ഒരു കൂട്ടർ കേരളത്തിലുണ്ട്. എന്നിട്ട് ആ കൂട്ടർ നട്ടലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായവരാണ്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടി ചത്തേനെ. ഞങ്ങൾക്കെതിരെ നിരന്തരം സമരം ചെയ്യുന്ന ഒരു കൂട്ടർ കേരളത്തിലുണ്ട്. ആ കൂട്ടർ നട്ടലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായവരാണ്. അവരെ തല്ലിയൊതുക്കാതെ എന്റെ സതീശേട്ടാ ഞമ്മന്റെ പണിയൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ വിജയിക്കുമ്പോ കൊതിക്കറിവ് കൊണ്ടാണ് നിങ്ങൾ പോലീസിനെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചത്. SFI ആണ് മനഃപൂർവ്വം ഇന്നലെ പ്രകോപനം ഉണ്ടാക്കി ഒരു അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ചത്. ഉറക്കം വരുന്നു. അത് 10 വർഷക്കാലം ക്വാറന്റൈനിൽ ഇരുന്നതിന് ശേഷം പുറത്തിറങ്ങി സമരം നടത്തി തെരുവിൽ ഒന്ന് സജീവമാകാനുള്ള ശ്രമമായിരുന്നു അത്. SFIയുടെ ഒരു എക്സസൈസ് ആണ്. ഭരണം മാറിയപ്പം ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.